നമസ്കാരം, ഞാൻ ഡോക്ടർ ജിതിൻ, കൺസൾട്ടന്റ് ഫിസിഷ്യൻ, ജനസേവ ഹോസ്പിറ്റൽ, പരപ്പനങ്ങാടി. ഇന്ന് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാൻ പോകുന്നത് ഹെപ്പറ്റൈറ്റിസിനെ പറ്റിയാണ്, അഥവാ മഞ്ഞപ്പിത്തം. നമുക്കറിയാം, മലപ്പുറത്ത് പലയിടങ്ങളായിട്ട് കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ രോഗം ബാധിച്ചവരും അതുപോലെ മരിച്ചവരുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. എന്താണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ്? വൈറൽ ഹെപ്പറ്റൈറ്റിസ് പല വിധമുണ്ട്. A, B, C, D, E. ഇതിലെ എ പറ്റിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. എ മെയിനായിട്ടും വെള്ളത്തിലൂടെയാണ് പകരുന്നത്. എങ്ങനെയാണ് ഇത് പകരുന്നത്? അഥവാ ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ചുള്ള രോഗിയുമായിട്ടുള്ള സമ്പർക്കം, അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ഫാസ്റ്റ് ഫുഡ് ലൈഫാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുറമേ പോയിട്ട് ജ്യൂസ് കഴിക്കുക, വെള്ളം കുടിക്കുക, അതൊക്കെ വളരെ കോമൺ ആണ്. ഹോട്ടലിൽ പലയിടങ്ങളിലും പാത്രം കഴുകുന്നത് പോലും നല്ല വെള്ളം കൊണ്ടാണോ നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഈയിടെയായിട്ട് ഹെപ്പറ്റൈറ്റിസ് വളരെയധികം പടർന്നു പിടിച്ചിരിക്കുകയാണ്. എന്തെല്ലാമാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ? അപ്പോൾ മെയിനായിട്ടും ഒരു ഹെപ്പറ്റൈറ്റിസ് എ എന്ന രോഗമാണ് നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മുതൽ 25 ദിവസം വരെ ഒരു ഗ്യാപ്പ് ഉണ്ടാകും. ഇതിനെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയും. ഈ ഗ്യാപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുള്ളൂ. എന്തെല്ലാമാണ് ലക്ഷണങ്ങൾ? പനി, വിട്ടുമാറാത്ത ഛർദി, വയറുവേദന, വിശപ്പില്ലായ്മ, ഭക്ഷണം കഴിക്കൽ വളരെ കുറഞ്ഞു, ഇതെല്ലാമാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ഏകദേശം ഒരു 5-6 ദിവസം കഴിയുമ്പോൾ മൂത്രത്തിൽ മഞ്ഞ നിറം കാണാം, കണ്ണിൽ മഞ്ഞ നിറം കാണാം, ത്വക്കിൽ മഞ്ഞ നിറം കാണാം. ഇതെല്ലാമാണ് ഇതിൻ്റെ യൂഷ്വലി ലക്ഷണങ്ങൾ. എങ്ങനെയാണ് നമുക്കിത് ഡയഗ്നോസ് ചെയ്യുക? ഇത്രയും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്യണം. ഒരിക്കലും സ്വയം ചികിത്സ എടുക്കരുത്. സംശയമുണ്ടെങ്കിൽ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും, ഹെപ്പറ്റൈറ്റിസിൻ്റെ ഒരു ധാരണ കിട്ടും. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിലെ SGOT, SCPT യൂഷ്വലി നോർമൽ പീപ്പിളിൽ 40ൻ്റെ താഴെയാണ് വരേണ്ടത്. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് വന്ന രോഗികളിൽ ചിലപ്പോൾ 1000ൻ്റെ മീതയ്ക്ക് വരെ ഈ SGOT, SCPT കയറാൻ സാധ്യതകളുണ്ട്. എന്തെല്ലാമാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഹെപ്പറ്റൈറ്റിസ് വന്ന രോഗി എത്രയും പെട്ടെന്ന് ഒരു റെസ്റ്റ് ആവശ്യമാണ്. ഏകദേശം 1 മാസം വരെ റെസ്റ്റ് എടുക്കേണ്ടതാണ്. വെള്ളം നന്നായിട്ട് കുടിക്കുക, അതായത് തിളപ്പിച്ചാറിയ വെള്ളം ഒരു 10 മുതൽ 15 ഗ്ലാസ് വരെ കുടിച്ചിരിക്കണം. ഫ്രൂട്ട്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഫ്രൂട്ട്സ് കഴിക്കാം, ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കാം. അതുപോലെ തന്നെ എന്തെല്ലാമാണ് ഇതിനെ നമുക്ക് ചെറുത്തു നിൽക്കാൻ സാധിക്കാൻ? ചെറുത്തു നിൽക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ച രോഗിയെ ഐസൊലേറ്റ് ചെയ്യുക. അവർക്ക് സെപ്പറേറ്റ് ടോയ്ലറ്റ് വേണം, വൃത്തിയുള്ള പ്ലേറ്റിൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, നല്ല വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എക്ക് എതിരെ വാക്സിനും അവൈലബിൾ ആണ്. അത് നിങ്ങളൊരു ഫിസിഷ്യനെ കൺസൾട്ടിന് ശേഷം എടുക്കാവുന്നതാണ്. വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ വന്നു കഴിഞ്ഞാൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല. നേരത്തെ പറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എത്രയും പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരു 90 മുതൽ 95% വരെ റിക്കവറി ഉണ്ടായിരിക്കും. അൺഡയഗ്നോസ്ഡ് ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ നേരത്തെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്ത ഹെപ്പറ്റൈറ്റിസ് മരണം വരെ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈ ഹെപ്പറ്റൈറ്റിസിനെ ചെറുത്തു നിർത്താം.